ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ വയനാട് പോവാണ് കേട്ടോ. ഫാമിലി ആയിട്ടാണ് പോകുന്നത്, എല്ലാവരും ഉണ്ട്. അപ്പം അതിന് ഒരുക്കണോട്ട് ഞങ്ങൾ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വയനാട് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു 1 മണിക്കാണ് ഇറങ്ങുന്നത്. അവിടെ ഒരു 5 മണി 5:30 സമയത്ത് എത്താൻ അവർ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയൊക്കെ വീഡിയോയിൽ കണ്ടിട്ട് വന്നാലോ. നമ്മുടെ ബസ് വന്നിരിക്കുന്നത് താഴത്താണ്. സാധനങ്ങളൊക്കെ ഇതാ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഇന്ന് പോയി അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോരാനുള്ളതാണ്. പക്ഷേ വണ്ടി ഫുള്ളാണ്. ഫ്രൂട്ട്സ് ഒക്കെ ആദ്യം തന്നെ ഇവിടെ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. വണ്ടി ഫുള്ളാണ് ഗൈസ്. ഇതെന്താ പലചരക്ക് വണ്ടി. പിന്നെ വൈകിട്ടത്തേക്കുള്ള ചായയും കടികളൊക്കെ ഇവിടെ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടാ. 3 ഗ്ലാസ്സിലായിട്ട് ചായ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഉമ്മച്ചി ഉണ്ണിയപ്പം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ പാൽ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഇട്ട് ബസ്സിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഒരുവിധം കാറിൽ കൊണ്ടുപോകണമൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മളിനി കൈ പിടിച്ച് നമ്മളങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. അങ്ങനെ മൊത്തം ചെമ്മൻകുടിയിൽ വെക്കാൻ പറഞ്ഞാണ് വണ്ടി നിർത്തിച്ചായിരുന്നു കേട്ടോ. അപ്പം നമ്മളാണ് നടക്കട്ടെ കേട്ടോ. ബാക്കിൽ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് മൂത്തമ്മീട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ഓരോ ലഗേജ് ഒക്കെ എടുത്തിട്ട് അപ്പോത്തിന് നമ്മൾ ഷെസ് നീച്ചിട്ടാ. അപ്പൊ അവിടെ അപ്പോത്തിനോളെ അമ്പനെ കണ്ടു. അപ്പൊ അത് കാണിച്ചു കേട്ടോ. ഹായ് പറ. വണ്ടി കൊള്ളാം. തിരക്കിലാണ് എടുത്ത് വെക്കണേ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എനിക്ക് പ്രാന്ത. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണകാരത്തി ഒരു മെജീഷ്യൻ ആണല്ലേ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, വെള്ളത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നേരെ മാളിലേക്ക് പോകുന്നു. കൈ കാശുള്ളവർക്ക് ഷോപ്പ് ചെയ്യാം, അല്ലാത്തവർക്ക് കളക്ഷൻ എടുക്കാം. ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? ഒരിക്കലില്ല. അത് തനിക്ക് വിവരമില്ലാഞ്ഞിട്ടാ. സുഹൃത്തെ ഇങ്ങോട്ട് നോക്ക് സുഹൃത്തെ. ഇതുപോലെ ഇത് ശരിയായിട്ടില്ല. താളം മാറ്റണം, രാഗം മാറ്റണം, എല്ലാം മാറ്റണം. എട്ടിപ്പിടിക്കാം. തടുക്കാനാവും. പാലൊന്നു തായോ, പാലത്തിൽ കൂടെ കാഞ്ഞൊന്നു ആയോ. പാലൊന്നു തായോ, പാലത്തിൽ കൂടെ കാഞ്ഞൊന്നു ആയോ.
സംസാരിക്കാൻ പോലും കഴിവില്ലാത്തവൻ ഗാനമേളയ്ക്ക് പാട്ട് പാടും. ചെറിയ മൂട് വരുമ്പോ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. കര കുളം കുളം കര കര കുളം കുളം കര കര കുളം കുളം കര. ആഹ്ലാദിപ്പിൻ, അർമാദിക്കിൻ സാകളെ. അയ്യേ എന്തേ ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? അയ്യേ എന്തേ ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ കുതിരവട്ടമല്ലല്ലോ. ഇത്ര പറ്റാത്തവരെന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. നീ പാടുന്നത് നിനക്ക് കേൾക്കുന്നുണ്ടോ? ഇനി ആ പാട്ട് പാടിയ നിന്നെ ഞാൻ കൊല്ലും. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. ഇവൻ ആംഗ്യഭാഷ മനസ്സിലാവൂ. അപ്പൊ അവന്റെ പാട്ട് കേട്ട് നമ്മൾ ഇറങ്ങിപ്പോണ്ട വിചാരിച്ച സൈക്കിളൊക്കെ ഇപ്പൊ തന്നെ പോക്കോണൊക്കെ ഇട്ട് വന്നിട്ടോ. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം. എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ.
കോക്രോച്ചോ മങ്കിന്ന് പറഞ്ഞേ. ഞങ്ങൾ ചുരം കയറുന്ന സമയത്ത് നല്ലോണം കോടിറങ്ങിയിട്ടൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. റിസോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ 6 മണിയൊക്കെ എത്തിയപ്പോൾ നമ്മളടുത്ത റിസോർട്ടിൻ്റെ പേര് വൈത്തിരി ഹിൽസ് ആയിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ റിസോർട്ട് തന്നെയായിരുന്നു. അതാകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ബാൽക്കണിയിലേക്കുള്ള വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാരണം വീട്ടിൽ കിട്ടിയിട്ടില്ല കേട്ടോ. കൂടെ ഉള്ളിന്തൊക്കെ തെളിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. മാമിയൊക്കെ ഹെൽപ്പിങ്, നമ്മളെ സൈക്കോക്കെ പാവം അരി കഴുകി വൃത്തിയാക്കുന്നു. ഗുഡ് ബോയ്. ഇതെന്തിനാന്നു? കട്ടൻ ചായക്കോ? നമ്മളെ പെണ്ണുങ്ങളോട് പിന്നെ എവിടെയാണെങ്കിലും, പക്ഷെ ഇവിടെ ആയതുകൊണ്ട് ഇവര് വൈബായി പൊളിക്കുന്നുണ്ട്. വീട്ടിലാന്നുണ്ടെങ്കിലാ
ശ്രദ്ധിച്ചോണ്ട് നടക്കും. കഴിച്ചില്ല? ചായ ആയിട്ടുണ്ട് കേട്ടോ. ചായ ഇട്ട് വേണം, ചായ അടിച്ചിട്ട് വേണം സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടാൻ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം ഇവിടെ ചായ ആയിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കട്ടെ കേട്ടോ. ചായക്ക് ഉണ്ടായിരുന്ന ഉണ്ണിയപ്പം പാൽ കേക്കും ഉണ്ടായിരുന്നു, പിന്നെ നേന്ത്രപ്പായം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാൽ കേക്ക് ഇരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഉണ്ണിയപ്പം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴം പുഴുങ്ങിയില്ലല്ലേ? പുഴുങ്ങണം, അപ്പോഴൊരു കൊസി ഉണ്ടാവും. പുഴുങ്ങണ വരെ ഇരിക്കാനുള്ള സമയമല്ല. തൽക്കാലം ഇതിങ്ങനെ പോട്ടെ. നീ കേൾക്കാൻ പോവാ? നമ്മൾ കുറച്ചേരം റീലൊക്കെ എടുത്ത് പിന്നെ നേരെ സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്തു കേട്ടോ. ബിരിയാണി റെഡിയായോ? മന്തിയാണല്ലേ? ആ ഓക്കെ. അപ്പം നമ്മുടെ പൊളിച്ചാട്ടം കഴിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇനി പോയി ഫുഡ് കഴിക്കണം, ഫുഡ് സെറ്റ് ആക്കണം പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്രഷ് ആയിട്ട് വേണം പോയി ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.